അഭിറാമിയെ താലാട്ട് സാമിയെ നീതാനെ പുരിയുമാ Ready. Action. പുരിയുമാ എക്സ്ക്യൂസ് മീ മാസ്റ്റേഴ്സ്, ഇവിടെ ഷൂട്ട് നടക്കുകയാണ്. സോറി, ഞങ്ങൾ ഒരു റീൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. തുടങ്ങിയല്ലേ? ജോലിയുടെ ഇടയ്ക്ക് അങ്ങനെ റീലൊന്നും ഷൂട്ട് ചെയ്യരുത്, പണി കിട്ടും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ബ്രേക്ക് വന്നു, നമ്മൾ റീൽ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ബ്രേക്ക് അല്ലായിരുന്നു, ഞാൻ ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഇടയിലായിരുന്നു റീൽ എടുത്തോണ്ടിരുന്നത്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ. വിഷയമാവും, പലർക്കും അങ്ങനെ പണി കിട്ടിയ അവസ്ഥകളുണ്ട്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ പണിയായിരുന്നു അവർക്ക് കിട്ടിയത്. ആ വീഡിയോ തന്നെ നോക്കാദ്യം. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഇന്ദുകളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു. റീലൊക്കെ അടിപൊളിയാ. പക്ഷെ ഇത് ചെയ്തത് അവരുടെ ഓഫീസ് സ്പേസിലും ഓഫീസ് ടൈമിങ്ങിന്റെ ഇടയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവമായതല്ലായിരുന്നോ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അങ്ങനെ വന്നു, അതൊന്ന് ചെറുതായിട്ടൊന്ന് വൈറലായി. പക്ഷെ അത് പണിയിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇടപെട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും വലിയത് നമ്മുടെ ഗണേശയുടെ അതിലൊരു അഭിപ്രായം പറഞ്ഞു. പൊതുജനങ്ങളെ ബാധിക്കാത്ത സമയത്ത്, അതായത് പൊതുജനങ്ങളെ അഫക്റ്റ് ചെയ്യാതെ വിശ്രമവേളകൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും വിശ്രമവേളകൾ ആനന്ദകരമാക്കിയില്ലെങ്കിൽ ഈ ജോബ് പ്രഷർ കൊണ്ട്, വർക്ക് പ്രഷർ കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാം അങ്ങ് അടച്ച് ആക്ഷേപിച്ച് പുച്ഛിക്കരുത്, അല്ലേ? ഒരു പോയിന്റും കൂടി ഉള്ളത്, പലപ്പോഴും പലരും നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു കലാഫീൽഡിൽ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. ഇതിലുണ്ടാകുന്ന സന്തോഷവും സങ്കടവും ഒക്കെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റേത് ജോലിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവരവരുടെ കലയും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ ജോലിയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇടം അത്രേ അതിനെ കണ്ടാൽ മതി. ഈ സർക്കാർ ഓഫീസിലെ റീലും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു സർക്കാർ ഓഫീസിലെ കാഴ്ചകളൊക്കെ കണ്ടാ കൊള്ളാം എന്ന് തോന്നി. നമുക്ക് അങ്ങനെയാണെങ്കിലേ രജിസ്ട്രാർ ഓഫീസ് പോയാലോ? അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ്? പവറില്ലേ? ഗുഡ് മോർണിംഗ് മതിയാ നിനക്ക്. എന്ത് സാറേ പവറില്ലെന്ന് ഇത്ര ചൂടാവുന്നതിനാണ്? ഞാൻ ആകെപ്പാട് വേറൊരു ലോകത്താണ്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. വേറെ ലോകത്തൊക്കെ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ഗുഡ് മോർണിംഗ് അല്ലേ സാറേ പറഞ്ഞോളൂ. ഞാൻ ആകെപ്പാട് മൂടൗട്ടാണ്. പ്ലീസ്, ഇതെന്താ ഇത് ഓഫീസ്? രജിസ്ട്രാർ ഓഫീസാണ്. ആണോ? ഞാൻ എത്രയോ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ഒരു ഓഫീസാണിത്. ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ മകളുടെ കല്യാണമാണ്, അറിയാമോ നിനക്ക്? എന്നിട്ടാണ് സാർ ഇവിടെ വയ്ക്കണത്? കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോകാനാ? പിന്നെ എടാ, എന്റെ മകളുടെ കല്യാണം ഇവിടെ വെച്ച് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണോന്ന്. ഇവിടെ വെച്ചാണ്? കാര്യം ചെയ്യും, ഒരു 1000 ഇങ്ങോട്ട്. ഞാൻ 2 ഹാരവും പിന്നെ ജെണ്ടും പിന്നെ ഇങ്ങനെ മിനിക്ക് പേപ്പറല്ലേ പൊട്ടിക്കുന്നത്, അതുകൊണ്ട് മേടിച്ചോണ്ട് ഈ കാര്യം ചെയ്യും. എന്താ പിന്നെ റീത്തും കൂടെ മേടിച്ചോണ്ട് വാ. റീത്തല്ല, ലാസ്റ്റ് എന്റെ നെഞ്ചത്ത് വെക്കേണ്ടി വരാടെ. എന്റെ മകളുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറെന്താണ് സാറേ പറയണത്? സാർ ഓഫീസർ അല്ലേ? എടാ, അതാണ് ശരിയാണ്. ആ ചെറുക്കനെ നീ ഒന്ന് കാണണം. ഒരു പണിക്കും പോലെ വെറുതെ തേരാപ്പാറ നടക്കണ ഒരുത്തൻ. അവന് ഞാൻ എന്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് നോക്കടാ ഒന്ന്. അല്ല, സാറിന്റെ അടുത്ത് പറഞ്ഞായി കല്യാണം നടത്തി തരണമെന്ന്. എന്നോട് പല സ്ഥലത്ത് വെച്ച് പറഞ്ഞു, നിങ്ങളുടെ മകളെ ഞാൻ എനിക്ക് കല്യാണം ഞാൻ പറഞ്ഞ തരൂല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ വന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ഒപ്പിട്ട് അവളെ ഞാൻ കല്യാണം കഴിപ്പിക്കൂ. എന്നാ ചെയ്യൂന്ന് പറ. സാറ് കല്യാണം നടത്തണം, സാർ ഓഫീസർ അല്ലേ? കല്യാണം നടത്തണം. ഞാൻ ചാകണം കല്യാണം നടത്തണമെങ്കിൽ ഒന്ന് പോടായിരുന്നു. സാർ ഉദ്യോഗസ്ഥനാണ്, സാറ് കല്യാണം നടത്തി കൊടുക്കണം, അതാണ് ഞാൻ പറയുന്നത്. നിനക്ക് എന്റെ അവസ്ഥയൊന്നും നീ അറിയൂ. എന്താ അവസ്ഥ? ഭാരതത്തിലെ മോഹൻലാലിന്റെ അവസ്ഥയാണ് ഞാൻ. തീയിലിരുന്ന് പാടണം, ലിപ്പ് ഔട്ട് ആകാനും പാടില്ല, പിന്നെ സത്യം പറയാനും പാടില്ല. അങ്ങനെ ആകപ്പെടും ദുരിതത്തിൽ നിൽക്കണം. എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കും. സാറ് പറയുന്ന എന്നാ ചെയ്യണേ? ഇത് അടച്ചിട്ടങ്ങ് പോയാലോ? എടാ, നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? സാർ ഞാനേ ഒന്ന് കെട്ടിയതാണ്. സാർ നോക്കണേ ഞാൻ ഓക്കെ. നിന്നെ കൊണ്ട് കെട്ടാനല്ല പറ്റുന്നത്. പിന്നെ എടാ, ഇത് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്തല്ലേ, നമുക്കിത് കൂട്ടിയിട്ട് എങ്ങോട്ടും പോയാലോ? കൂട്ടിയിട്ട് പോകാനത് പൊടിമില്ലല്ല, മനസ്സിലായില്ലേ? ഇത് രജിസ്ട്രാർ ഓഫീസാണ്, ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷെ എന്നാലും എന്റെ മകളുടെ കല്യാണം ഞാൻ ഇവിടെ ഞാനില്ലെന്ന് പറയണോ? കല്യാണം ഒരു കാരണവശാലും നടത്താൻ പാടില്ല. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടെ. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വെച്ച് വേണ്ടാന്ന്.
ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഫാദറിനോട് ഞാൻ കല്യാണം ആലോചിച്ചപ്പോൾ അയാളിനോട് പുച്ഛത്തോടെ അയാളിനോട് ഒരുപാട് പുച്ഛത്തോടെ എന്നോട് പറഞ്ഞു നീ എന്റെ മോളെ നിനക്ക് കെട്ടിച്ച് തരില്ലടാന്ന്. അതിന്റെ വാശിക്കാണ് അയാൾ ജോലി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് നിന്റെ കല്യാണം നടന്നത്. വേണ്ട. വേണം വേണം വേണം. നോ നോ. മാറ് സാറേ. മറ്റേ സാറോടെ പോയി സാറേ. സാറ് വന്നില്ല. സാർ വന്നില്ലേ? വന്നില്ല. സാർ അങ്ങനെയൊന്നും പറഞ്ഞപ്പോൾ ഇന്ന് 10:30 മണിക്ക് മുഹൂർത്തം. പത്രത്തിൽ മൂത്രോ? അല്ലല്ല, 10:30 മണിക്ക് നമ്മുടെ കല്യാണത്തിന്റെ മുഹൂർത്തമാണ്. മുഹൂർത്തം. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കല്യാണം നടത്താം. സാർ അവിടെ പോയി സാറേ. സാർ വന്നിട്ടില്ല. സാറ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നില്ല സാറ്. അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സാറേ? നമുക്ക് കല്യാണം കഴിക്കണ്ടേ സാറേ? സാർ വരാത്തോണ്ടാണ് ഞാൻ അല്ല പറഞ്ഞത്. പറ്റില്ല സാറേ, എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കട്ടെ സാറേ. എനിക്കിപ്പോ കല്യാണം കഴിക്കണം. അയാൾ അവിടെ പോയി സാറേ. സാർ വരാത്തോണ്ട് സാർ വരും. സാർ ഇപ്പം നിങ്ങൾ എന്താ ഈ പറയുന്നത്? അയാൾ വരണം, അയാൾ വന്നേ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ വെച്ച് എന്റെ കല്യാണം ഒന്ന് നടത്തണം. എനിക്ക് ക്ലോക്ക് ആട്ടണ്ട. ക്ലോക്ക് തന്നെ തന്നെ അടിക്കോളും. അല്ല, കോക്കാട്ടു എന്നാണ് എന്റെ പേരാണ്. പേരാണോ? അങ്ങനെയൊക്കെ പേരുണ്ടോ? കോക്കാട്ടു റിലാക്സ്. അച്ഛൻ വരും വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞിറങ്ങിയത്. ഓക്കെ ബേബി, അച്ഛൻ വരും. ഓക്കെ ബേബി. ഹലോ. ആരെന്ത് പറഞ്ഞാലും മുത്തേ നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല മുത്തേ. ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ സാറും വരും, നമുക്ക് ഈ കല്യാണം നടത്താം. പക്ഷെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ് ഇറങ്ങിയത്. വരും സാർ വരും. ഉറപ്പല്ലേ? നോ ടെൻഷൻ. മോള് വാ, നമുക്കൊരു സ്റ്റിക്ക് ഇട്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് ആൾ വന്നില്ലെങ്കിലേ നമ്മളോട് കല്യാണം നടത്തും കേട്ടാ. നമ്മള് വന്നാ എന്തൊക്കെയാണ് പറയുന്നത്? സ്റ്റിക്ക് എന്ന് സാറേ. കൃഷ്ണൻകുട്ടി എന്റെ പൊന്നെ സാറേ, ഇവനെ കൊണ്ടാണ് കെട്ടിക്കാൻ പോണത്. അതെ, ഇവന്റെ എവിടെ എന്നെ ആട്ടൂന്ന് അവൻ എന്താ പറഞ്ഞത്? കോക്കാട്ടൂന്ന് അവന്റെ പേര്. അവന്റെ പേരാ? എന്റെ പൊന്നടാ, ഇത് എങ്ങനെ ഞാൻ സഹിക്കുന്നു? എന്റെ കൃഷ്ണൻകുട്ടി ഒരു പരിഹാരം പറഞ്ഞതാ നീ. എന്ത് പരിഹാരം സാറേ കാണണ്ട. ഞാൻ സമ്മതിക്കില്ല കേട്ടോ. സാറ് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല കല്യാണം നടക്കാം. അതാണ്. അപ്പൊ നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ഒരു കാര്യം ചെയ്യാൻ? ചെയ്യാം. എന്തായാലും ഞാൻ ഈ കല്യാണം അവന് നടത്തി ഞാൻ കൊടുക്കുകയില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അവൻ എന്തായാലും ഇവിടെ വരുമല്ലോ. കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നീ ഒന്ന് സാധാരണ വന്നിട്ട് എന്നെ ഒന്ന് ഇങ്ങനെ മുട്ടണം. അപ്പൊ ഞാൻ മേരി ജോസിന്റെ നേരെ മുട്ടാറായോടോ പറഞ്ഞു ഞാൻ വന്ന് നിന്നെ ഇങ്ങനെ മുട്ടും. അപ്പൊ നമ്മൾ തമ്മിൽ മുട്ടുന്നു, ഉരുണ്ട് പടച്ച് വീഴുന്നു, അവിടെ ഉരുണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു. 5 മണിയാകുമ്പോ വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഓഫീസ് പൂട്ടേണ്ട സമയമാവും. അപ്പോഴത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കുന്നു. അപ്പൊ വരുന്നു, മുട്ടുന്നു, ഉരുളുന്നു. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ. ഞാൻ വരാം. ഞാനിവിടെ ഇനി ഓഫീസറാണ് ഞാൻ വന്നോളാം സാർ. ഞാൻ വന്നോളാം. സാറേ. സാറേ കല്യാണം കഴിക്കണം സാറേ. കല്യാണം കഴിക്കണം. അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ജോലി അതാണല്ലോ. അല്ല, അപേക്ഷ എടുത്തിട്ടുണ്ട് സാറേ. നീ അങ്ങോട്ട് നീങ്ങിയേക്ക്. നീ എന്താ പേടിക്കണം സാറേ? കല്യാണം കഴിക്കണം സാറേ. എന്നാലും എന്റെ മോളെ നിനക്കിതെങ്ങനെ തോന്നിയടി? അച്ഛാ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് കോക്കാട്ടുവിന്റെ കൂടെ മാത്രമായിരിക്കും അച്ഛാ. എനിക്ക് അതാണ് താങ്ങാൻ പറ്റത്. ഇവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് വിളിക്കൂ എന്നെ? കോക്കാട്ടു ബ്രസീലിയൻ നെയ്മാണ് അച്ഛാ. ആണോ? കോക്കാട്ടു. മോളെ, നീ ഇവനെ കൊണ്ട് കാട്ടിൽ നിന്ന് ഹണിമൂണിന് പോവല്ലേ? എന്താ മയില് കണ്ട കോപ്പിറൈറ്റിന് കേസ് കൊടുക്കും. അച്ഛാ കളിയാക്കല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? ഞാൻ കല്യാണം നടത്തി തന്നെ. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാനത് ചെയ്തു തരാം. എന്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം. നോക്കില്ല സാറേ. സാർ കല്യാണം നടത്താം സാറേ. ഓക്കെ, കല്യാണം നടത്താം. അപ്പൊ നമ്മള് ഇവിടെ ഒപ്പിടണേ. നമ്മുടെ കല്യാണം മോളെ, നമ്മുടെ കല്യാണം നമ്മൾ പൊരിക്കണം. ദീനരോധന. സാറേ സാക്ഷി വേണ്ട സാറേ? സാക്ഷി വേണ്ട സാറേ. ഓ വേണ്ട, ഞാൻ തന്നെ ഒരു സാക്ഷിയാണ്. ഇവിടെ ഒപ്പിടാം കേട്ടോ. ഇവിടെ ഞാൻ സൈൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്യണം. അതിനുശേഷം സാക്ഷി വരുത്തണം. ഒരു മേൽ ദിവസത്തിന് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുമ്പോൾ അതിനോട് തടസ്സം പിടിപ്പിക്കുന്നു. അതെന്ത് മര്യാദ നീ കാണിച്ചത്? അങ്ങനെയല്ലോ സാർ. നീ അങ്ങനെ എന്റെ അമ്മാവനെ അടിക്കണം. നമ്മള് നമ്മളെ പ്രശ്നം. അല്ല, ഒരു ഓഫീസിൽ വന്ന് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞു. കൃഷ്ണൻകുട്ടി ഇറങ്ങിപ്പോടാ. ഞാൻ എന്ത് പറഞ്ഞു? നമുക്ക് ഇവിടുത്തെ ഉരുണ്ട് പോവാന്ന്. ഇതെന്നാ റോഡറാ ഉരുണ്ട് പോകാനായിട്ട്? കൃഷ്ണൻകുട്ടി നമുക്ക് കാര്യം പറഞ്ഞ കല്യാണം കഴിക്കാൻ മുട്ടിക്കണം. ഒപ്പിട സാറേ. കുഴപ്പമില്ല, ഒപ്പിട. ഈ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒപ്പിടണം കേട്ടോ. ഇനി അങ്ങനെ എന്റെ കണ്ണൊന്നും കണ്ടു വേണ്ടല്ലോ. പേന പോയി. വേറെ പേന എടുത്തേ. വേറെ പേന ഇല്ല ഇവിടെ. വേറെ പേന എടുത്തേ.
ഇല്ല, പേന പോയി. അയ്യോ പേന. ഗ്യാപ്പ് നടത്തണ പേന ഇല്ല സാറേ പേന അതാ പേന. പേന പോയെന്ന് പറഞ്ഞു. പേന. നിന്നോട് ആരാടാ പറഞ്ഞു? ഇപ്പൊ സാറല്ലേ പറഞ്ഞ പേന പോയെന്ന്. പേന പോയെന്ന് പറഞ്ഞോടാ നീ ഇങ്ങോട്ട് കൊണ്ടുവരൂല്ലേ? ഓ അച്ഛാ ഒപ്പിട്. സാറേ കല്യാണം നടത്തി സാറേ. അപ്പൊ നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇതിലെ ഒരു ചെറിയ മാറ്റങ്ങൾ പോലും ഇല്ല. അവളെ പിന്നെ നീ കെട്ടാൻ തീരുമാനിച്ചു. എന്റെ മരുമകൻ നിലയ്ക്ക് ഇതുവരെ അവനോടൊന്നും സംസാരിച്ചിട്ടില്ല. ഒന്ന് സംസാരിച്ചോട്ടെ ഞാൻ. അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് സംസാരിക്കാം. വേണ്ട മോളെ. മോനെ. ഓ എന്റെ പൊന്നടാ. സാറേ പത്രക്കാണ് മുഹൂർത്തം. പത്രക്കാണ് നിനക്ക് ഞാൻ നടത്തി തരാം. എന്റെ ജോലി ഇതല്ലേ. എന്നാലും ഞാൻ മോനോടൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ? അത് വേണ്ടോ, സങ്കടം വരും എനിക്ക്. അതുകൊണ്ടാ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. തീരുമാനിച്ചു സാറേ. ഉറപ്പിച്ചു. പക്ഷെ ഞാൻ ഇവിടെ എറിഞ്ഞ എന്റെ നെഞ്ചത്തിട്ടെങ്ങാനും കൊണ്ട് അവിടെ ഞാൻ ഉരുണ്ടുപടച്ച് വീണു. അച്ഛൻ നിലയ്ക്ക് ഞാനും സഹിക്കണ്ടേ? സാറേ നല്ല വൈബിലേക്കാണ്. ഈ കല്യാണം കഴിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഡിവോഴ്സ് അത് പെട്ടെന്ന് വിചാരിച്ച നടക്കൂല. അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല മോനെ, കല്യാണം കഴിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഡിവോഴ്സ് അത് നിങ്ങൾ ആരും വിചാരിച്ച പെട്ടെന്ന് നടക്കണ കേസല്ല. അല്ല അമ്മാവ സാർ ഇപ്പൊ എന്തിനാ അത് പറഞ്ഞേ? അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് ഇവിടെ അറിയാമോ? എന്റെ മകളാണ് പൂജ. ഇവിടെ അമ്മ അറിയാമോ? നല്ല സാറാണ്. നല്ലതാ. പക്ഷേ കുറെ വർഷങ്ങളോളം ഞാൻ സഹിച്ചതാണ്. എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂല. അതിൻ്റെതാണ് വിത്തത്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ചുമ്മാ തമാശനി എന്ന് ചോദിച്ചു നോക്കിയേ. നാളെ ആക്കാൻ നമ്മുടെ കല്യാണം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇപ്പൊ എന്ത് പറയുമെന്നറിയാലോ? നാളെ അവള് സമ്മതിക്കും തോന്നുന്നു. അവള് സമ്മതിക്കും. സമ്മതിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ കല്യാണം ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ നടത്തി തരും. നടത്തി തരും. ഓക്കെ സാറേ. ചെല്ലു പൊന്നെ, കല്യാണം കഴിക്കാം വാ. ഒരു ചെറിയ സർപ്രൈസ്. എന്താ? അതായത് ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഒക്കെ ഇട്ടില്ലേ, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടു, നമ്മൾ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലേ, ആ കല്യാണം നമ്മൾ നാളെ ആക്കുന്നു. ഒരു സർപ്രൈസ്. അയ്യോ പോസ്റ്റ് ഒക്കെ ഇട്ട് പോയില്ലേ? അത് മാത്രല്ല ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം പാർട്ടിയും വെച്ചിട്ടുണ്ട്. ഇല്ല മുത്ത, എനിക്കൊന്നൊരു വൈബില്ല കല്യാണം കഴിക്കാൻ. അയ്യോ എന്തോ അങ്ങനെ പറയല്ലേ. നാളെയാണ് നല്ല വൈബ് മുത്ത. എന്ത് വൈബ്? നമുക്ക് നാളെ കല്യാണം കഴിക്കാം. അതെന്താ കോക്കാട്ടു? എനിക്കിത് വേണ്ട കല്യാണം. കോക്കാട്ടു അല്ലെങ്കിൽ തന്നെ എന്തിനാ കല്യാണം കഴിക്കും? സാരിയെ കൊടുത്ത് താലിയെ കെട്ടി വേണ്ട. നമുക്ക് നാളെ കല്യാണം. കോക്കാട്ടു വേണ്ട. നിനക്ക് എന്താണ് എന്നെ കല്യാണം കഴിച്ചാ? എന്താണോ നിനക്ക്? നിനക്ക് എന്താണ് എന്നെ കല്യാണം കഴിച്ചാ? എന്താണ് നിനക്ക് എന്നെ കല്യാണം കഴിച്ചാ? കല്യാണം കഴിക്കൂലടാ. നിനക്ക് വൈബ് വേണോല്ലടാ കല്യാണം കഴിക്കാൻ. വാടാ വന്ന മോളെ. അറിയാതെ വാ, അച്ഛനല്ലേ വിളിക്കണം. വാ, സങ്കടപ്പെടാതെ. എന്തിനാണ്? വല്ല ആവശ്യമുള്ള കാര്യമാണ് ഇത്? നീ എന്തിനാണ് ഈ പണിയും വേലയില്ലാത്തതിന്റെ ഒക്കെ കൂടെ പോണത്? നിനക്കൊക്കെ പ്രായമാകുമ്പോ ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഒരു 10-20 വയസ്സല്ലേ ആയുള്ളൂ. 2 വർഷം കൂടെ കഴിയട്ടെ. അച്ഛൻ നല്ല ഒരു ബന്ധം, ഒരു ചെറുക്കനെ, പണിക്ക് പോണ ഒരു ചെറുക്കനെ നിനക്ക് കെട്ടിച്ചു തരാം. പോരെ? അച്ഛാ അച്ഛന് സങ്കടമായ അച്ഛാ? എനിക്കെന്ത് സങ്കടം? ഇനി ഞാൻ അച്ഛൻ പറയണത് പോലെ കേക്കൂ. എനിക്കറിയാം മോളെ, നീ അച്ഛന്റെ മോളല്ലേ. മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ മുളയ്ക്കൂ. മൂടല്ലേ മുളയ്ക്കൂ. എടാ രവി, എടാ വാലാട്ട് രവി, ഇറങ്ങി വാടാ. എടാ രവി, പെരക്കാത്ത കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വരാൻ. വരുന്നുണ്ട് വാലാട്ടി. ഇറക്കി വിടാ, ഇറക്കി വിടാൻ. ഗ്ലാസ് വെള്ളം തന്നെ. എന്റെ വായി കിടക്കണ പഴം ഇറക്കി വിടാനല്ല പറഞ്ഞത്, എന്റെ കൊച്ചിനെ ഇറക്കി വിടാൻ. വാവച്ചല്ലാതെ പിന്നെ എന്ത് വെച്ച് ഞാൻ ഒച്ച ഉണ്ടാക്കും? അതല്ല വാവച്ച വെറുതെ ഇവിടെ കിടന്നുണ്ട് ഒച്ച ഉണ്ടാക്കരുതെന്ന്. ഒച്ച ഉണ്ടാക്കൂടാ. ഞാൻ ആറ്റു തോറ്റു വളർത്തി 8 മുട്ടും തിരിയാത്ത എന്റെ കൊച്ചിനെ നിന്റെ കുരുത്തം കേട്ട സന്താനം വിളിച്ചിറക്കി കൊണ്ടുവന്ന് അകത്ത് കയറ്റിയിട്ടില്ലേ? അവനെ ഇറക്കി വിടാൻ. എന്റെ വാവച്ച, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടന്ന് ജീവിക്കണവരാണ്. നമ്മുടെ പിള്ളേർക്ക് ഒരു തെറ്റ് പറ്റി, അത് നീ ഇവിടെ വന്നിട്ട് ഒച്ചപ്പാടിലേക്ക് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ രവി, എനിക്കറിയാം, എല്ലാം അറിയാം. നമ്മൾ ഒരുമിച്ചാണ് ഈ ഹൈ റേഞ്ചിൽ വന്നത്. ഈ കാണുന്നത് എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ ഇവിടെ വന്നിട്ടാണ്.
നീ ഉണ്ടാക്കിയതിനെ നീ എന്നോട് പറയരുത്. എടാ ഇവിടെ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലേ ഇത് മുഴുവൻ നീ വെട്ടിപ്പിടിച്ചത്. ഞാൻ വെട്ടിപ്പിടിക്കാൻ പോയപ്പോ നീ പെണ്ണുമ്മളിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കായിരുന്നില്ലേ? നിനക്ക് വേണമെങ്കിൽ നീ വെട്ടിപ്പിടിക്കണം. ആ എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും? ഞാൻ എന്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലേരുമ്പോ നമ്മളെ വെട്ടിപ്പിടിച്ചിട്ട് പോകൂലേ? നീ അങ്ങനെ ഡീസന്റ് ആവണ്ട. എടാ നീ ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ മുതലാളിയുടെ കൊച്ചമ്മയോട് നീ എന്തോ മോശമായിട്ട് സംസാരിച്ചതിനല്ലേ നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്? ഇത് കേട്ടപ്പോ നാട്ടുകാർ മൊത്തം കാണിക്കുന്ന അത് മുതലാളിക്ക് സംശയ രോഗമല്ലേ? എന്റെ കൊച്ചമ്മനെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഒരു നേരത്തെ അന്നം തന്നെ കൈയാണ്. ഞാൻ എന്റെ ദൈവത്തെ പോലെ കാണുന്നത് കൊച്ചമ്മന. എന്റെ 33 കോടി ദൈവങ്ങളെ, എന്റെ കൊച്ചമ്മക്ക് ദീർഘായുസ് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ. കൊച്ചമ്മ ആളെങ്ങനെയുണ്ട്? നല്ല കിടുക്കം പീസല്ലേ? അതിന്റെ പുള്ളിക്കാരൻ ഇത്ര സംശയം അല്ലേ? പിന്നെ ചെല്ലടാ വാലാട്ടി ചെല്ല്, കടി കിട്ടാൻ നോക്കി. അല്ല ഞാനേ വാവച്ചനോട് ചോദിക്കായിരുന്നു ചുരിദാറിന്റെ പീസിനൊക്കെ ഇപ്പൊ എന്നാ വിലയെന്ന് ചോദിച്ചതാ. ഇവിടെ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ട്. എന്റെ വാവച്ചൻ ചേട്ടാ, അത്ര ഒലിപ്പിക്കേണ്ട കാര്യം പറ. എന്റെ വാവച്ചൻ ചേട്ടാ, അത്ര ഉള്ളത് ഉറക്കട്ടെ, പയ്യെ പറഞ്ഞാ മതി. നമ്മുടെ മക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് അവരൊരു അബദ്ധവും കാണിച്ച് അതിന്റെ പേരിൽ എന്റെ കുടുംബത്തിൽ നടവാദിക്ക് വന്നിരുന്ന ഒച്ചപ്പാട് വെള്ളമുണ്ടാക്കി ഏഴും തരത്താരം മുഴുവൻ കേൾപ്പിച്ച് ഞങ്ങളെ നാണം കെടുത്താനായിട്ട് നിങ്ങളോട് ഞങ്ങൾ എന്താ ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബക്കാരല്ലേ? അയ്യോ, അന്തസ്സിന്റെ കാര്യമൊന്നും പറയണ്ട. അതെ, കുടുംബം ഒന്നിച്ചെന്നെ കോക്കരി. എടാ ഇടുക്കിയിലും കാണുന്ന തടിലോറ് കയറ്റാൻ പോയപ്പോ ആ തടിയുടെ ഇടയ്ക്ക് വെച്ച് കെട്ടിക്കൊണ്ട് വന്നാലേടാ ഇവളെ. ഞാൻ അങ്ങനെ കൊണ്ടുവന്നതാണെങ്കിലേ അവളെ ഞാൻ പൊന്നുപോലെ ഞാൻ അവളെ നോക്കാൻ ചോദിച്ചു നോക്കിയാ. അയ്യോ, പൊന്നിന്റെ വെള്ളിയുടെ കാര്യം പറയാം. ഇങ്ങോട്ട് മാറുകട്. പാവച്ചൻ ചേട്ടൻ അറിയാമോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കയ്യിലും കഴുത്തിലും എന്തൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കയ്യിലൊരു പിച്ചച്ചട്ടിയും കഴുത്തുമുറ്റ കടമായിട്ട് മുങ്ങിച്ചാവാൻ നിന്നവളാ. അവളെ ഞാനാ ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം, ആരെങ്കിലും കൂട്ടുകാർ വരുമ്പോ നിങ്ങൾ അവരുടെ മുമ്പിലിട്ട് എന്നെ നാണം കെടുത്തുന്ന സ്ഥിരം പരിപാടി. എന്റെ കൂട്ടുകാരൻ പാവച്ചൻ വന്നപ്പോ നീയല്ല അവന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ മാനവകപ്പെടുത്താൻ നിർത്തത്. പാവച്ചൻ ചേട്ടൻ അറിയാമോ, ഇയാൾക്ക് ഇപ്പോൾ ആ വടക്കേലും അറിയാമോ ചേച്ചിയുടെ മോളെ ഇഷ്ടം. എന്റെ ഇഷ്ടമല്ല, അതാണ് ഇങ്ങനെ അത് കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ ഇടക്കിടക്കല്ലേ പോണുള്ളൂ, ബാക്കി ഫുൾ ടൈം നിന്റെ കൂടെ ഇല്ലേ? അപ്പൊ എനിക്ക് ആരോട് ദേഷ്യം? അപ്പൊ നിങ്ങൾ ഇപ്പോഴവർ പോണ്ടില്ലേ? അതൊക്കെ അകത്ത്. എന്റെ കൊച്ചിനെ നിങ്ങളുടെ വീട്ടിലെ സന്താനം വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് തിരിച്ചിറക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കൂടുമ്പോ പിടിച്ചു മാറ്റാൻ വന്നതല്ല ഞാൻ. എന്റെ കൊച്ചിനെ ഇറക്കി വിടറാ. പാവച്ചൻ ചേട്ടാ, നിങ്ങളുടെ കൊച്ചിനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വരുമെങ്കിൽ വിളിച്ചെന്ന് കൊണ്ടൊക്കൊന്നേ. പാവച്ചൻ ചേട്ടാ, നിങ്ങളുടെ കൊച്ചിനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ കൊണ്ടൊക്കൊന്നേ. പട്ടി ഇത് തന്നെയല്ലേ വിളി ഇതേ സ്റ്റൈലിൽ പറഞ്ഞത്. ചുമ്മാ വാലാട്ടി നിന്നാ മതിയായിരിക്കും. അച്ചപ്പോ അല്ലെങ്കിൽ കോഴിക്കോടൻ അലുവാതി കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല അപ്പച്ചാ, എന്താണ് എന്തിനാ ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. അപ്പച്ചന് എന്താ പ്രശ്നം? ആരാണ് നിന്റെ അപ്പച്ചൻ? എന്റെ കുടുംബത്തിൽ കയറിയിട്ട് നീ ഞങ്ങളാട്ടണ എന്നാ പിടിച്ചോ. ഈ അല്ലല്ലോ പായല്ലേ? അക്ഷരം മാറിപ്പോയത്. ഇങ്ങോട്ട് മാറിക്ക്. എടി നിന്നോട് ആരാ ഇപ്പൊ ഇറങ്ങി വരാൻ പറഞ്ഞത്? എടി നീ വിളിച്ചിറക്കി കൊണ്ടുവന്ന എന്റെ കൊച്ചില്ലേ, എന്റെ റോയ്മോൻ, അവനെ ഇറക്കി വിടെ. മോനെ റോയ്മോനെ ഇറങ്ങി വാടാ. പാൽ സരണികളിൽ കാൽസരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ. പാൽ സരണികളിൽ കാൽസരമഴകൾ. എന്റെ ദൈവമേ, താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ കൊച്ചാണ് നിക്കണ കണ്ട. അങ്ങനെ വളർത്തിട്ട് വരാണ്. ഇപ്പൊ കട്ടിലേന്ന് താഴ്ത്തിറങ്ങണില്ല. പോലീസാകണം പോലീസാകണം എന്നും പറഞ്ഞ് നടന്നവനല്ലടാ. എന്തിനാ ഈ പെണ്ണിന്റെ പുറകിൽ കള്ളനെ പോലെ നിക്കണത്? ആര് പോലീസ്? ഇവനാ എസ് ഐ ടെസ്റ്റിനുള്ള പേപ്പർ വന്ന് വീട്ടിലിരിക്കെ. ഇന്നായിരുന്നു എസ് ഐ ടെസ്റ്റ്. എല്ലാം ഇവള് നശിപ്പിച്ചു. പിന്നെ നടക്കൂലേ? ഇനി നടക്കൂല. എന്റെ മോളെ, കേരള പോലീസിന്റെ മാനം കാത്ത നിനക്ക് അച്ഛന്റെ വക ഒരു മെഡൽ ഇരിക്കട്ടെ. സാവധാൻ. വായലും പുട്ട. എടി പെങ്കൊച്ചേ, നീ എന്ത് കണ്ടിട്ടാ ഈ മണഗുണാഞ്ചന പ്രേമിച്ചത്? അയ്യോ, അത് അപ്പച്ചാ, ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞങ്ങൾ സ്കൂളിലെ ഡ്രില്ല് മാഷില്ലേ ബാബു മാഷ് കുളിക്കാനായി കുളത്തിലിറങ്ങിയേ. അപ്പൊ മുങ്ങിപ്പോയി. അപ്പൊ ഇവനാ രക്ഷിച്ചതോ? വിളിച്ചോണ്ട് ഓടിയത്. കുളത്തിൽ മുങ്ങിയേ, നാളെ സ്കൂളില്ല, അവധിയാണ്. അന്ന് മുതൽ എനിക്ക് ഇവന്റെ അടുത്ത് പ്രേമം തുടങ്ങിയത് അപ്പച്ചാ. അതെ, അവക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. നീ ഇവളെ പ്രേമിച്ച എന്ത് കാര്യത്തിനാ? കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് എനിക്ക് ആരും ഒരു വക മേടിച്ചെന്നില്ല. എവളാ എനിക്ക് ഊത്തും മമ്പരമൊക്കെ മേടിച്ചെന്നത്. അനുഭവിക്കണം. ഇത് ലോകത്ത് വല്ലോടത്തും നടക്കുന്ന കാര്യമാണോ? സാധാരണ ആൺപിള്ളേർക്ക് പെൺപിള്ളേരോട് ഇഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് പെങ്കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോരും. ഇത് അങ്ങനെയാണോ സംഭവിച്ചത്? തിരിച്ചല്ലേ? ഈ പെങ്കൊച്ചല്ലേ ഇവൻ വന്ന് എന്റെ വീട്ടിലെ ആൺകൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്? ആര് വിളിച്ചിറക്കി പോയി? എന്നെ എപ്പോ വിളിച്ചിറക്കി കൊണ്ട് പോകുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചിറക്കിയതാ. അപ്പൊ പിന്നെ എന്റെ പുറകെ വന്ന് ഞാനും
വരുന്നടി ഞാനും വരുന്നടി എന്ന് പറഞ്ഞു. ആ വൃത്തികെട്ടവനെ അപ്പച്ചന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ സർവാണി ഇട്ട് ഇറക്കി. എന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് ഞാൻ എടുത്ത സർവാണിയാ സ്വന്തമായിട്ട് ജോലി ചെയ്ത്. എടാ നീ ഒരു ആണല്ലേ, നീ അല്ല ശരിക്കും ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവരേണ്ടത്. എനിക്ക് ഭയങ്കര പേടിയും നാണവാ. ആരാ? പിന്നെ അമ്മച്ചി വല്ലതൊക്കെ പറയും. എടാ അമ്മച്ചിനെ പേടിയാണെങ്കിൽ അപ്പച്ചനല്ലേ നിൽക്കണത്. അമ്മച്ചിയെ കാണുന്ന തന്നെ പേടിയാ. 7 നിറത്തി മൂത്രമൊഴി. അത് വിട്ടു. അതെ വീട്ടിലോട്ട് വാ. നീ ഇറങ്ങി അപ്പ അമ്മച്ചി വീടും കൂട്ടി ഇറങ്ങിയതാ. നിന്നെ കൊണ്ട് ചെന്നില്ലെങ്കിൽ അപ്പച്ചി വീട്ടിൽ കയറാൻ പറ്റൂല. വീട്ടിൽ പോവാ. ഞാൻ വരൂല. കൊണ്ടോ പറ്റൂല. എന്താണ് പറ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. ഞെട്ടുവോ? ആ ഇല്ല ഞെട്ടൂല, പറഞ്ഞോ. ഞെട്ടൂലെന്ന് സത്യം പറയും. സത്യം. എന്നാ ഞാൻ 3 മാസം ഗർഭിണിയാ. ഇവനല്ലേ അച്ഛാ സത്യം. മനുഷ്യനെ ചിരിപ്പിക്കാതെ. അമ്മ സത്യം. എന്താ അങ്ങനെ എല്ലാരും എന്നെ കൊണ്ട് പറ്റും പറ്റുന്നില്ല. പോ. പറ്റൂന്ന് ഇല്ലല്ലേ ഇവിടെ പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. പിന്നെയാണ് എടാ മോനെ 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 എടാ ചീറ്റി പോയെന്ന്. എന്നൊരു കാര്യം ചെയ്യും. ഞാൻ ഗർഭിണിയാന്ന് പറ. എന്റെ അച്ഛൻ വിശ്വസിച്ചോളൂ. ഒന്നും പോയ മണ്ടത്തരം പറയാതെ. എടാടാ പൊന്നുമോനെ വാഴ വീട്ടിൽ പോടാ. നേരെ ഇരുട്ടുന്നു. നേരെ ഇരുട്ടുന്നു. പാടി കിടക്കാം. വാ. ഞാൻ കല്ലി ഓടിക്കും. ഞാൻ വരൂല. അവനങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താണ് എന്റെ മോളുടെ ഭാവി എനിക്ക് നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദ അവനെ പറഞ്ഞു വിട്ടിട്ട് ഈ കുടുംബത്തോട്ട് കയറിയാൽ മതി. നിങ്ങളെ കേറ്റൂല. നിങ്ങളുടെ അപ്പച്ചൻ വേണോ ഞാൻ വേണോ എന്നൊരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. അത് കൊള്ളാലോ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അകത്ത് ആണുങ്ങളൊക്കെ പുറത്തു പോയാ. എടാ ആണുങ്ങളൊക്കെ പുറത്തും പെണ്ണുങ്ങളൊക്കെ അകത്ത് പോയെന്ന്. ഞാൻ അത് മറന്നുപോയി. എന്തുവാ വീട്ടിലോട്ട് പോവാൻ വരൂലെന്ന് പറഞ്ഞില്ലേ? വരണം. എനിക്ക് എന്റെ ഗീതൂനെ വിട്ടിട്ട് ഒരു ജീവിതമില്ല. ഞാൻ വരത്തില്ല. പോവാ വീട്ടിൽ പോവാ. അവനിവിടെ കൊണ്ടുനാക്കണം. അതുകൊള്ളാലോ. എടാ വാവച്ചാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ അവനെ എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചാലും ഞാൻ അവൻ അവിടെ വന്ന് വെക്കും. പൊക്കും. അല്ല പിന്നെ അതെ വന്നേ. നിന്റെ അപ്പുറത്തെ കയ്യിലെന്താ? ഒന്നുമില്ല. അപ്പൊ തല്ലാനല്ലേ? എന്തേ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ആ ചെറുക്കൻ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? എടി നമ്മളുടെ കൊച്ചിന്റെ ഭാവി നോക്കണ്ടേ നമ്മള്? എന്ത് ഭാവി? നിങ്ങൾക്ക് അവന്റെ നാളെന്താണെന്നറിയാമോ? ഇല്ല. അവന്റെ നക്ഷത്രം ആയില്യാണ്. അതിനെന്താണെന്നാ? ആയില്ല അയൽ ദൂഷിയാണെന്ന്. എന്റെ ദൈവമേ, നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറ. എന്റെ ചേട്ടാ, ആയില്യ നക്ഷത്രക്കാര അയലൊക്കത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുടിയൂന്ന്. അയ്യോ, അപ്പൊ അവൻ അയൽവക്കത്തുണ്ടായ കാരണമാണ് നമ്മളല്ല കടുകും പാത്രത്തിൽ വെച്ച പൈസ ഒന്നും കാണാതെ പോണത്. ഇവൻ ഇവിടെ നിന്നിട്ട് പല്ല് കേൾക്കുമ്പോ ആ ദൃഷ്ടി ഇവിടെ പതിയല്ലേ. അപ്പൊ ആയില്യ നക്ഷത്രക്കാര് ആ വീട്ടിലുണ്ടെങ്കിൽ അയൽവക്കം മുടിയും. അതെല്ലേ? നിനക്ക് എന്റെ മോൾ ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലോ. നീ അകത്ത് പോയിക്കോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ സ്വത്തിൽ നിന്ന് ചില്ലിക്കാശ് നിനക്ക് കിട്ടില്ല. കാപ്പിയുടെ കഞ്ചാവ് കിട്ടാനും പോലീസിനെടുത്തു. അവര് ജീവിക്കട്ടെ. മനസ്സിലായില്ലേ? പിന്നെ വിളിച്ച് പെരടകത്തോട്ട് കയറ്റിയത്. എടി മണ്ടി, എടി പൊട്ടിക്കാളി. എന്താ ഇപ്പൊ ആയില്യ നക്ഷത്രക്കാരൻ ഇവിടെയല്ലേ നമ്മുടെ വീട്ടില്? അപ്പൊ അയൽവക്കക്കാരൻ ആരാ? വാവച്ചൻ ചേട്ടൻ. വാവച്ചൻ. അപ്പൊ ഇനി അവൻ പൊടിയിട്ടത്. അയ്യോ തലേ തേങ്ങാ വീട്. ആയില്യം പണി തുടങ്ങി. പക്രുചേടാ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ സെഗ്മെന്റ് നമുക്ക് കൈകാര്യം ചെയ്യാം. ആരാ ചെയ്തത്? ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, നിങ്ങളെ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും വിളിച്ചോണ്ടിരിക്കല്ലോ. പക്ഷെ ഇത് നമുക്ക് കിട്ടിയ ഒരു നിനക്ക് അവസരമാണ്. തോന്നുന്നല്ലേ? ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ 3 പേരും ഇത് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 3 പേരാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു പണി ഞാൻ ബാക്കി 2 പേർക്ക് കൊടുക്കാൻ പോവാണ്. പുഷപ്പ് എടുക്കാൻ നിങ്ങൾ ആരാണ് ഏറ്റവും അടിപൊളി? മണിക്കുട്ടൻ ചേട്ടനാണോ ബിബിൻ ചേട്ടനാണോ? അല്ല, ഞാൻ ഓൾറെഡി എടുത്തതാ. ഓർമ്മയില്ലേ ഒരു തവണ ഞാൻ മത്സരം? ഓർക്കുന്നില്ല, ഞാൻ മറന്നു. ഞാനും ഉണ്ടായിരുന്നു അതില്. ഞങ്ങൾ രണ്ടുപേരും പുഷപ്പ് എടുത്താണ്. ഓക്കെ, മണിക്കുട്ടൻ ചേട്ടനെ നമ്മൾ പുഷപ്പ് പക്ഷെ ഇപ്പം പുഷപ്പിന്റെ ആവശ്യകത എന്താണ്? പുഷപ്പിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അറിയാവോ? ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മലയാളിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. ആ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള പുഷപ്പുകളാണ് എടുക്കുന്നത്. നമുക്ക് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് ഷാബിർ. ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മുഹമ്മദ് ഷാബിർ പുഷപ്പ് എടുത്ത് റെക്കോർഡ് നേടിയ ആളാണ് മുഹമ്മദ് ഷാബിർ.
മൈക്കിൽ പറഞ്ഞാലേ അതേന്നുള്ളത് കേൾക്കുള്ളൂ. അതെ. ഇത് ഡംബിൾസ് അല്ല, മൈക്കാണ്. ഷാബിറെ നമസ്കാരം. നമസ്കാരം. സ്ഥലം എവിടെയാ ഷാബിറെ? പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറക്കടുത്ത് മാച്ചാന്തോട്. മാച്ചാന്തോട്. ഓക്കെ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മള് എന്തായിരുന്നു അതിന്റെ ഒരു കണ്ടന്റ് എന്തായിരുന്നു? പുഷപ്സ്, ഒരു വെറൈറ്റി പുഷപ്സ്. എത്ര സമയം കൊണ്ടാ? അത് 1 മിനിറ്റിൽ 49. 1 മിനിറ്റില് 49 പുഷപ്സ്. ഷബീർ ഫ്രണ്ട് വന്നപ്പോഴേ സിൽവസ്റ്റർ സ്റ്റാലോൺ, റാംബോ ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ഫീൽ. നല്ല ഭംഗിയല്ലേ? നമ്മുടെ ബോഡി ബിൽഡേഴ്സിന് ഒരു അസൂയാണ്. മുഹമ്മദ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യാൻ പോകുന്ന എന്ത് ആക്ട് ആണ്? അതായത് എന്ത് ടൈപ്പ് പുഷപ്പ് ആണ്? ഗിന്നസ് കിട്ടിയ പുഷപ്സ് ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പുഷപ്സ് ആണ്. ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ് പുഷപ്സ്. ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ് പുഷപ്പ്. ക്ലാപ്പ് പുഷപ്സ്. മനസ്സിലായി? ക്ലാപ്പും ഉണ്ടാവും, ബാക്ക് ഓഫും ഉണ്ടാവും. അതാണെന്നുള്ള മനസ്സിലായി. അപ്പൊ എത്ര നമ്പേഴ്സാ ചെയ്യുന്നത്? 1 മിനിറ്റിൽ 45 റെക്കോർഡ് ഈജിപ്തുകാരന്റെ പേരിലായിരുന്നു. ഓക്കെ. നമ്മൾ മറികടന്ന് 49 ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. 45 ആയിരുന്നു, ഇപ്പൊ അത് 49 ആണ്. അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണ്. അപ്പം നമുക്കത് കാണാം. കിടിലം. കണ്ടു നിന്നിട്ട് തന്നെ കൈവരെ എടുക്കുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതായത് ഈ പുഷപ്പ് സാധാരണ എന്നെ പോലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഇങ്ങനെ ബാക്ക് ഹാൻഡ് വെച്ചത്. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ റിസ്റ്റ് മടങ്ങും. റിസ്റ്റ് മടങ്ങും മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ജിമ്മിൽ പോകുന്നവർക്ക് റിസ്റ്റ് എപ്പോഴും സ്ട്രെങ്തൻ ആയിരിക്കണം, പിന്നെ ആംഗിള്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി കൈ അടിച്ചിട്ട് വീണ്ടും ഈ പൊസിഷനിലാണ് പുള്ളി പറഞ്ഞത്. ബ്രോ, എന്നാണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്? ഏത് വർഷമായിരുന്നു? ഈ വർഷം കിട്ടിയത്. ഈ വർഷം അടുത്ത് തന്നെ കിട്ടിയത്. 2 മാസമായി. ഷബീറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, ഫാദറ്, മദറ്, വൈഫ്, കുട്ടി. എന്താ ചെയ്യുന്നത് ഷബീർ? ഞങ്ങള് ഹോട്ടൽ നടത്താണ്. ഹോട്ടൽ. ഞാൻ ഫാദറും. ഹോട്ടൽ ബിസിനസ് ആണ്. ഓ, അപ്പൊ ഈ ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആണോ? ഫുഡ് കുറെയൊക്കെ ആണ്. ഹോട്ടൽ ബിസിനസ്സും ജിമ്മും വാട്ട് എ ഡെഡ്ലി കോമ്പിനേഷൻ. ശരി, അടുത്ത പുഷപ്പ് ഏതാണ്? അത് 1 ഹാൻഡ്. 1 ഹാൻഡ്. 1 ഹാൻഡ്. സൂപ്പർ. വാവ്, കൊള്ളാം. റിയാക്ഷൻ ഇടാതിരിക്കണമല്ല, സത്യത്തിൽ ഞെട്ടിക്കരിച്ചിരിക്കുകയല്ല. ഇതിനെന്താ പറയണ്ടെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഈ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ 1 ഹാൻഡ് ചെയ്തില്ലേ, അത് ഉണ്ണിയും ഇതുപോലെ നന്നായി ചെയ്യും. നമ്മുടെ ഉണ്ണിയും ഗംഭീരമായിട്ട് ചെയ്യും. ഞങ്ങൾ ഈ പറഞ്ഞ ജിമ്മിൽ പോകുന്ന കൈക്കല്ല കേട്ടോ. പുഷപ്സ് ചെയ്യുമ്പോൾ ഓൾ ബോഡി വർക്കൗട്ടാണ്. അതായത് നമ്മുടെ ടോ, ഈ പറയുന്ന മുകൾ മുതൽ താഴെ വരെ എല്ലായിടത്തും. അത് പക്ഷേ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. പുഷപ്സിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരൊറ്റ പൊസിഷൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഈ പൊസിഷൻ. ഇനി അടുത്തുണ്ടോ ഐറ്റം? ജാക്കി ചാൻ സ്റ്റൈൽ. ജാക്കി ചാൻ സ്റ്റൈൽ. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം അല്ലേ? മോനെ, സൂപ്പർ. ഒരു കൗതുകത്തിന്റെ കൂടെ ചോദിക്കണം, ഈ ജാക്കി ചാൻ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ജാക്കി ചാൻ സിനിമകളിൽ ചെയ്തതാണ് ഇങ്ങനത്തെ പുഷപ്സ് ആണ്. ഓ, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഈ അനീതി കുഞ്ഞിന്റെ ഒരു ആഗ്രഹം പറയുകയാണ്, വേറെ ഒന്നുമല്ല. പക്രു പുഷപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമോ വെറൈറ്റി ആയിട്ട്? നോക്കി നോക്കാം. അതാ നമ്മുടെ മലയാളി ജനങ്ങൾക്കായി പക്രു പുഷപ്പ്. ഇന്ന് മുതൽ ജിമ്മന്മാർക്ക് പക്രു പുഷപ്പ്. അയ്യോ, ഓ, എല്ലാം കൂടി മിക്സ്ഡ്. പൊളി. ഒരു ഗിന്നസ് റെക്കോർഡ് വിജയി മറ്റൊരു ഗിന്നസ് റെക്കോർഡ് വിജയിക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ട് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. യെസ്, വെരി ഗുഡ്. ഭയങ്കര വെറൈറ്റി ആയി പോയി. കൈ വേന എടുക്കണ്ടോ? ഇങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം പുള്ളി ചെയ്തത്. സത്യം, 3 കൂടി. ഷാബിറ, എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. ഷാബിറിന്റെ ഒരു ഫുഡ് ഡയറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫുഡ് എല്ലാ ഐറ്റം കഴിക്കും. പക്ഷെ ഹോട്ടലുള്ളതുകൊണ്ട് വയറ് നിറക്കില്ല. വയറ് നിറക്കില്ലേ? ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. അയ്യോ, വയറ് നിറക്കില്ല എന്ന്. നമ്മളൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി
സോറി ഞാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഫുഡ് കഴിക്കുന്നത്. കാലാകാലം കഴിക്കാം, കാലാകാലം കഴിക്കാം മിതമായി കഴിക്കുമ്പോ. അങ്ങനെ അതെനിക്കിട്ട് വെച്ചാന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ എന്നാ കാണാനല്ലോ, ഒരു വെറൈറ്റി സാധനം കൂടെ. എന്താണത്? പുഷപ്സ് കോംബോ. പുഷപ്സ് കോംബോ. മിക്സഡ് കോംബോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സാധനം എനിക്കറിയാം. ഇത് ഞാൻ പ്രതീക്ഷിച്ച ചേട്ടൻ പറഞ്ഞ മറ്റേ പ്ലാങ്ക് വന്നു അതിന്റെ ഇടയ്ക്ക് ഇല്ലേ? സൂപ്പർമാനെ പോലെ കൂടുതൽ പറ്റും. പക്ഷേ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഇന്റർനാഷണൽ വേദിയായിട്ട് നമുക്ക് തോന്നി ഈ ഒരു ഒറ്റ പെർഫോമൻസ്. കാരണം വേൾഡ് റെക്കോർഡ് പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ചെറിയ കാര്യമല്ല. കോമഡി മാസ്റ്റേഴ്സിന് അഭിമാനിക്കാം, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത്. വൈഫിന്റെ പേരെങ്ങനെയാ? ഫസ്മിത. ഫസ്മിത. മക്കള്? ഒരാള്. മോളോ മോനോ? മോന്റെ പേര് ഇസ്ഹാൻ. എത്ര വയസ്സായി? 2 വയസ്സ്. അവൻ ഇപ്പഴേ ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങി വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു പെർഫോമൻസ് കൂടെ കണ്ടാലോ, ഒരു പുഷപ്പ്, തകർപ്പൻ പുഷപ്പും കൂടെ കണ്ടാലോ? 2 ഫിംഗർ ബ്രൂസ്ലി പുഷപ്പ്. 2 ഫിംഗർ ലൈക്ക് ദിസ്. ഇങ്ങനെയോ? ഓക്കെ, ബൈ മിസ്റ്റർ മണിക്കുട്ടൻ. ചലഞ്ച് കണ്ടോ? 2 ഫിംഗറിൽ ഇങ്ങനെ നിന്ന്. എന്റെ ദൈവം, നിങ്ങളിത് കാണണ്ട. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ഭൂമി പിളരുന്ന സമയം. ഇങ്ങനെ നിന്നാ ചെയ്യുന്ന ഒറ്റ കയ്യില് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാവുന്ന. അല്ലല്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത നോക്കാം. അടുത്ത എന്താ ചെയ്യാൻ പോന്നെ? ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി. ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി. 1 ഫിംഗർ ബ്രേക്ക്. അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പയ്യന്മാര് ബോട്ടിൽ ബ്രേക്കിംഗ് പരിപാടി, ബോട്ടിൽ ഓപ്പൺ ചെയ്യും, ബോട്ടിൽ ഓപ്പണിംഗ് പരിപാടി വിത്ത് പല്ല്, വിത്ത് യെസ്. ബട്ട് ദിസ് ഈസ് ബോട്ടിൽ ബ്രേക്കിംഗ്. 1 ഫിംഗർ. 1 ഫിംഗർ ബ്രേക്കിംഗ്. കാണാം. നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബോട്ടിൽ ഓപ്പണിംഗ് ആയിരുന്നു പറഞ്ഞത്. അതായത് ക്യാൻ ഫിംഗർ കൊണ്ട് കുത്തി പൊട്ടിക്കുക എന്നുള്ളൊരു സംഭവം, അതാണ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ശരിക്കും പുഷപ്പ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മാസ്റ്റേഴ്സ് കാണാൻ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, മറിഞ്ഞു. അത് നന്നിരിക്കോ? കൈ വേണമെങ്കിൽ തുടച്ചു കേട്ടോ. അടുത്ത ക്യാൻ ശ്രദ്ധിക്കാൻ തോന്നുകയാണ്. കുഴപ്പമില്ല റിലാക്സ്. അല്ല, കറുപ്പിനെ കട്ടി കൂടുതലാണ്. രണ്ടായിട്ട് പൊടിഞ്ഞു പോയത്. അയ്യോ, ഞാനേ ജസ്റ്റ് അതിന്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയാണ്. ആ പവർ നോക്കിക്കേ. ഒരു അലുമിനിയം ക്യാൻ ആണിത്. ഇത് തന്നെ നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. അപ്പോഴാണ് ഒരു ഒറ്റ ഫിംഗർ കൊണ്ട് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. ഗംഭീരായിരുന്നു. ഇത് ഞെട്ടിച്ച്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നോക്കണം. അതാണ് ഞാനും പറയുന്നത് കേട്ടോ. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് ആഗ്രഹം കേൾക്കുന്നതോടെ അദ്ദേഹം ഓടിച്ചാടി വരാനാണ് ചാൻസ്. കാരണം അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര സ്പിരിറ്റ് ആണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസേഴ്സിനെങ്കിലും ഇറക്കും അത് ചെയ്യാൻ വേണ്ടി. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിട്ട് കുത്തി പൊട്ടിക്കാനാണ്? അല്ല കുട്ടാ, പുഷപ്പെടുത്താനാ. അത് മാത്രമല്ല, തലയടിച്ച് പൊട്ടിക്കാവോ? അത് നമുക്ക് അത് ലാസ്റ്റ് നമ്മള്. ഇവിടെ എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? പറയൂ. പുഷപ്സ്
വെറൈറ്റി പുഷപ്സ്. ഞാൻ മത്സരത്തിനില്ല, കാരണം എനിക്ക് പിന്നെ ഗിന്നസ് റെക്കോർഡ് മാറേണ്ടി വരും. വേണ്ട മത്സരിക്കണ്ട. അറ്റ്ലീസ്റ്റ് കൈ ഒന്ന് മടങ്ങാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നേരെ ചെയ്യണം. എങ്ങനെ ബ്രോ? എന്താ ഇല്ല അത് വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് സാധാരണ ചെയ്താൽ ഇപ്പൊ ചെയ്തു തരാം. നീ പറയുന്നത് സാധാ നോർമൽ ബാബർ. ആക്ഷൻ. പാർവതേന്ദു മുഖി പാർവതി നീ ഈശ്വരന്റെ ചിന്തയിൽ മുഴുകി മലഞ്ഞു. കേട്ടാ? അപ്പൊ ശരി, നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക് പറഞ്ഞാ ബിബിൻ ചേട്ടാ ബാ, നമുക്ക് ആ ഗിഫ്റ്റ് കൂടെ അങ്ങ് കൊടുക്കാം. ബായോ? ആണോ? ആ ബാ. പിന്നെ അതുവരെ ഇവിടെ ചെയ്തോ. ഞാൻ ധൈര്യമായിട്ട് വന്നോട്ടെ. അവസാനം അതാ സമയം എടുക്കും. കരടി രോമമാണ്. സുഹൃത്തുക്കളെ മെലോഡി. യെസ്, ലണ്ടൻ ക്ലാസിക്കിന്റെ കിട്ടിലം സമാനമാണ് കരടി. സോറി മൈ ഡിയർ ബിബിൻ ചേട്ടൻ. അതെ മൈ ഡിയർ കരടി. ബിബിൻ ചേട്ടാ നൽകാൻ പോകുന്നത് കിട്ടില്ലായിരുന്നു കേട്ടോ. ഞാനേ പുതിയതായിട്ട് ആങ്കർ ചെയ്യാൻ വന്ന ആളാ. അപ്പൊ എലീന അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഞാനിവിടെ വന്നപ്പോ കേട്ടായിരുന്നു. കുട്ടി കുറച്ച് ഓവർ ആണെന്ന് ഡയറക്ടർ അനൂർ സാറ് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഭയങ്കര കൺട്രോൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്താ പേര്? സെറീന വെളിക്കൽ. സെറീന വെളിക്കൽ. അതെന്താ അങ്ങനെ ഒരു പേര്? ആ കുട്ടിക്ക് പഠിക്കലാവാമെങ്കിൽ എനിക്ക് വെളിക്കലാവാലോ. എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ. അല്ല എന്തൊക്കെ ചെയ്യും? ഞാനോ? നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ എന്തും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ആങ്കറിങ് തുടങ്ങിക്കോ. എന്നാ ആങ്കർ ഞാൻ അങ്ങ് ഫസ്റ്റ് തുടങ്ങാവേ. ഹായ് എവരിവൺ. ബണ്ണും റൊട്ടിയൊന്നുമില്ല, എവരി വൺ. ചില സമയത്ത് എനിക്ക് എ വരത്തില്ല, ബി എ വരും. അതാ. എന്താണ് പറഞ്ഞേ? ഹലോ എവരി വൺ. ഹായ് എവരി അത് കട്ട് ചെയ്ത് ഇടത്തില്ലേ സാറേ? അത് ആ വൺ മാത്രോ? ഈ എവരി ആദ്യം പറഞ്ഞല്ലോ, അതിന്റെ കൂടെ ഈ വണ്ണൂടെ പോട്ടെ സാർ പറഞ്ഞു. ഓക്കെ അല്ലേ സാർ? നമ്മുടെ കോമഡി ഞാൻ ആദ്യം ആയോണ്ട് കേട്ടോ, സോറിയേ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ ഇന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇതൊക്കെ ഈ പുല്ലൊക്കെ ഇരിക്കുന്നില്ലല്ലോ. ആദ്യമായിട്ടാണോ ഇപ്പൊ ആങ്കറിങ്? അല്ലെങ്കിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനോ? ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മഞ്ചാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ. അവിടെ ഈ 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, 1000 മീറ്റർ ഓട്ടത്തിന് വരെ ഞാനായിരുന്നു ആങ്കർ ചെയ്യുന്നത്. കസേരകളിക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പിള്ളേരെ പോലും പേര് തെറ്റാതെ ഞാൻ പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെമ്മറി പവർ ആണെന്ന് അവരെല്ലാരും പറയുന്നത്. അതുകൊണ്ട് സ്ഥിരം അവിടുത്തെ കമന്ററി ഞാനായിരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ജോലി തടസ്സം. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാമോ? മോന്റെ പേരെന്തായിരുന്നു? അല്ല ഇപ്പുറത്തിരിക്കുന്നു മണിക്കൂട്ട. അയ്യോ സോറി ഏട്ടാ, എനിക്ക് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞോട്ടെ, കണ്ടന്റ് ഒരു ഇതും. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമയിൽ കൂടെ എന്റെ ക്രഷായി മാറിയ മണിക്കുട്ടൻ. സിനിമയിൽ കൂടെ അല്ലേ ആങ്കറിങ്? അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ ഒരുപാട് കാലത്തെ ക്രഷായിട്ടുള്ള പക്രു ചേട്ടൻ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ അനിയത്തിയുടെ ക്രഷായ ബിബിൻ ജോർജ്. ക്രഷ് അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? എല്ലാ ക്രഷേഴ്സിനും സ്വാഗതം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അല്ല ഈ ക്രഷേഴ്സ് അല്ല, മാസ്റ്റേഴ്സ് ആണ്. അയ്യോ ശരി, അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാ മാസ്റ്റേഴ്സിനും സ്വാഗതം. പുതിയ ആങ്കറെ കിട്ടി. പുതിയ ആങ്കറോ? ആരാ? അതാ ഞാൻ ചോദിക്കുന്ന ആരാന്ന്? ആന്റി ആരാന്ന് പറ. ആന്റിയോ? സോറി ചേച്ചി ആരാ? കുട്ടി ഏതാ? ഞാനിവിടെ ഉള്ളതാ. ഇതാണോ മുമ്പേ
ആ മറ്റേ പഠിക്കൽ ഓവർ ആക്ഷന്റെ കുഞ്ഞമ്മയുടെ മോള്. ഇതാണോ ആര് ഓവർ ആക്ഷൻ? അല്ല അങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ ഗസ്റ്റുകളുടെ അടുത്ത് സാധാരണ നല്ല രീതിയിലാണ് പെരുമാറാറുള്ളത്. മാറുന്നോ? ഞാൻ പ്രോഗ്രാം ചെയ്തോട്ടെ. എനിക്ക് മൈൻഡ് പെയിൻ ഉള്ളത്. സ്പേസ് മാറിക്കൂട്ടി, എന്ത് സ്പേസ്? മാറി നിൽക്കൂ. മാറിക്കൂട്ടി. അല്ല എലീന, മറ്റേ ആ കുട്ടികൾ വന്ന് ആങ്കർ ചെയ്ത പോലെ അനുജ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടിയത്. അനുജേട്ടാ ആണോ? അങ്ങനെ പറഞ്ഞു വിടരുത്. അനുജേട്ടാ ഒന്ന് പരീക്ഷ നോക്കാന്ന് വിചാരിച്ചോ, അതുകൊണ്ടാ. ഓഡിഷൻ ഓഡിഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഫിക്സ് ചെയ്താ. എങ്ങനെ മനസ്സിലായില്ല? ഇല്ല ഇതൊക്കെ ശരി, വേറെ സെഗ്മെന്റിന് വല്ലതും ആണോ? ഒരു സെഗ്മെന്റ് ഈ ഷോ ഫുൾ ആങ്കർ ചെയ്യുന്ന ഞാനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷോ ഞാൻ കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുക, ഏകദേശം 2.5 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് പെട്ടെന്ന് ഒരാളെ മാറ്റാൻ തന്നെ നടക്കുന്ന കാര്യമല്ല. എന്റെ കൊച്ചെ, നിന്റെ ആങ്കറിങ് ആർക്കും ഇഷ്ടമല്ല. അത് തോന്നല. എന്നാ ഇപ്പോഴും കൂടെ ഒരു വർക്ക് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വെറും തോന്നല. സത്യസന്ധമായിട്ട് ഞാൻ ഉള്ള കാര്യം ശരിക്ക് പറയും. നിന്റെ ആങ്കറിങ് ആർക്കും ഇഷ്ടമല്ല. കുറെ വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു കോമഡി ഇല്ലാത്ത പല പരിപാടിക്ക് ഇവിടെ ഇന്ന് ചിരിക്കുന്നതാണ്. എത്ര പരിപാടി? പല പരിപാടി. നോട്ട് ദ പോയിന്റ്. ആർക്കും ഇഷ്ടമില്ലാത്ത എന്നെ പല പരിപാടിക്കും വിളിക്കുന്നുണ്ടെന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഓണം പല പരിപാടിക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു സോഫ എടുത്ത് ഈ കൊച്ചിനെ വിളിച്ചു. സോഫായി എടുത്ത് കൊച്ചിനെ ഇവിടെ ഇരുത്തും. ചിരിക്കണ്ടാത്ത പല സാധനത്തിന് ഈ കൊച്ചു കിടന്ന് ചിരിക്കുന്നേക്കാം. അതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ആർട്ടിസ്റ്റിനെന്ന് വെച്ചാൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിടണം. പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവരുടെ കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ചുമ്മാ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. കോമഡി പറയുമ്പോഴേ ഇവിടെ ഇരുന്ന് ചിരിച്ചില്ലെങ്കിൽ ഇവിടുന്ന് പുഴുത്ത് നാറാ ചെയ്യുന്നത്. നിങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന്. ആര്? ഞങ്ങളോ? ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനിങ്ങനെ എനിക്ക് വേറെ മോഹമുണ്ട്. കൊച്ചെ, നിനക്ക് പഠിക്കലാവാങ്കി എനിക്ക് വിളിക്കലാവാം. അത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞ കോമഡി അല്ലേ? ആണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? നീ എപ്പോഴും ഇത് വിൽക്കുന്ന കാര്യം സംസാരിക്കാറുള്ള. നീ ഏത് എപ്പിസോഡ് വന്നാലും നിന്റെ ഒരു വിൽപ്പന ഇവിടെ ഉണ്ടല്ലോ. എന്താണ് എന്റെ വിൽപ്പന? പറയൂ. അല്ലെ നീ ഈ വിലക്കാണ് നീ വാങ്ങിയത്. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം താങ്കൾ എടുക്കണം. കാര്യം ചെയ്യാം, ഒരു കോമ്പറ്റീഷൻ നടക്കട്ടെ. കൊച്ചെ, എന്റെ അടുത്ത് പിടിച്ചു വെക്കാൻ നിനക്ക് പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നെ പിടിക്കരുത്, പിടിക്കാതെ പറ. അന്നെ പറ. തച്ചൻ തച്ച സഞ്ചി, ചന്തേ തച്ച സഞ്ചി. വേറെ പറ. അത് പറ. വേറെ പറ. അത് പറ. വേറെ അത് പറ കുട്ടി. തച്ചൻ തച്ച സഞ്ചി, ചന്തേ തച്ച സഞ്ചി. അച്ഛൻ തച്ച സഞ്ചി. ആറച്ചൻ. ആറച്ചൻ. അച്ഛൻ തച്ച സഞ്ചി. തച്ചൻ തച്ച സഞ്ചി. തച്ച സഞ്ചി. പറ. തച്ചൻ തയ്ച്ച സഞ്ചി. എന്തെന്ന്? തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. സത്യനോ? എവിടെ തയ്ച്ചതാ? സത്യം സഞ്ചി തയ്ച്ചു കൊടുത്തെന്ന്. Seashells, she sells in the seashore. ഇംഗ്ലീഷ് മീഡിയം. Seashells. Seashells on the seashore. യെസ്. ആരെവിടെ പോയെന്നാ കൊച്ചിപ്പോ പറഞ്ഞു? ആരും ഒരിടത്ത് പോയതല്ല. സീന്റെ കണക്കാണ്. You tell me that. You first speak that and then I'll do that. Okay. You speak. I am telling you. Seashells in the seashore. It's okay if you don't want to talk about a sea. Let me talk about butter. Betty bought a little butter. Betty bought what? Little butter. ആരെ പെറ്റിക്കോട്ടില്ല? No, it's Betty bought some butter, but the butter was bitter. So Betty bought another butter to make the bitter butter better. പെറ്റിക്കോട്ടിൽ ഇച്ചിരി ബട്ടർ പറ്റി. അത് കഴുകാൻ ആ കൊച്ചു കണ്ടിങ്ങനെ പോയി കഴുകി. അത്രയുള്ള കാര്യം. എന്ത് രസമായിട്ടാണ് സെറീന ചെയ്യുന്നത്. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. ഒരാളെ ഇവിടെ മലർത്തിയടിച്ച് ചോരകൾ തുപ്പിച്ചപ്പോ എനിക്ക് അങ്ങ് സന്തോഷമായി. ആരാണ് ഇവിടെ ചോര തുപ്പിയത്? എന്താണ് അല്ലല്ല, ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പോവാ. അത് പോതെ പൊയ്ക്കോട്ടെ. കമ്മലുണ്ടായിരുന്നു. ഇതിലും വലിയ കളിയാക്കലൊക്കെ ഇത് ചുമ്മാ ഒരു എത്ര കളിയാക്കൽ ഏറ്റെടുക്കുക. കളിയാക്കി ഇതിപ്പോ എന്താ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഞാൻ ചോര തുപ്പിന്നാണ്. അതെനിക്ക് ഹേർട്ട്. ചോറ് തുപ്പി എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞല്ലേ. അല്ല പക്രുചേട്ടൻ അങ്ങനെ പറഞ്ഞു ചോറ് തുപ്പി? ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടങ്ങ് വല്ലാണ്ട്. ശരി, അപ്പൊ പിന്നെ ചേച്ചി ചെയ്തോട്ടെ. കുട്ടി ഞാൻ നിർത്തിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കേക്ക് പോവാതെ ഇങ്ങോട്ട് വാ. സാറേ ഓക്കെ ആണോ? സാറേ പ്രൊമോയ്ക്ക് ഓക്കെ ആണ്? ഇങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതെലീന പഠിക്കലും മാത്രമേ. നിന്റെ ഇതൊക്കെ ഞാനങ്ങ് വീണെന്നാണ്. നീ പോന്നെങ്കി പോട്ടെന്ന് വിചാരിച്ചു ഞാന്. അയ്യോ, പൈസ ഉണ്ടെങ്കിൽ 1000 രൂപ താ, ഞാൻ പോട്ടെ. പൈസ ഉണ്ടെങ്കിൽ 1000 രൂപ. ആരെയും കൊണ്ട് വിളിച്ചു വരുത്തിയ? നീ ഞങ്ങൾ അപ്പുറത്തെ മഞ്ജുവിന്റെ റിസപ്ഷന്റെ ഉടുപ്പാ. അല്ല, ആരെ വിളിച്ചു വരുത്തിയാരാ? വിളിച്ചു സാറേ 1000 രൂപ വരൂ സാറേ വണ്ടി കുലിക്ക്. അതെ, നിങ്ങൾ ഇവിടെ ഒന്നോ, ഞങ്ങൾ പോവാം. അതിനും തീർപ്പ് പറഞ്ഞേ. ഞാൻ നിക്കടോ പോണോ?
അല്ല ബ്രേക്ക് എടുത്തോ നമുക്ക് ബ്രേക്കില്ല വൈൻഡപ്പ് ചെയ്ത് അടുത്ത ദിവസം ഞാൻ വരണോ വേണ്ടോന്ന് മോളെ, പറഞ്ഞു ഞാൻ എന്തോ എലീന. ഞാൻ വരണോ വേണ്ടെന്ന് ആദ്യം ഇവിടെ തീരുമാനിക്കട്ടെ. എലീന വരണം. വരണം അത് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാതിരിക്കും ബൈ അത്ര മാത്രം പറഞ്ഞാൽ മതി. അതുപോലും പറയാൻ പറ്റില്ല. അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ ബൈ. Comedy Masters.